തൃശ്ശൂർ ജില്ലയിലുള്ള വെള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഒരു റീൽ എടുക്കാനായിട്ട് വെള്ളിക്കുളങ്ങര വരെ പോവേണ്ടി വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. ഞാനിവിടെ എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂരിൽ നിന്നാണ് തൃശ്ശൂർക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിരാവിലെ എനിക്ക് ഇറങ്ങേണ്ടി വന്നു. ഏകദേശം ഒരു 5:15 ഞാൻ വീട്ടിൽ നിന്ന് നേരെ കാണുന്ന ലെവൽ ക്രോസിലെ ഗേറ്റട നമുക്ക് എപ്പോഴും കിട്ടാറുള്ളതാണ്. പക്ഷേ ഇന്നിറങ്ങിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഗേറ്റട ഇല്ല. ഈ ഒരു യാത്രയുടെ ഇടയിൽ എന്തായാലും നമുക്ക് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റി കൂടെ പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും വെള്ളിക്കുളങ്ങര വരെ നമ്മൾ ഈ സ്കൂട്ടറിനല്ല പോകുന്നത്. നമ്മൾ തൃശ്ശൂരുള്ള മേലൂർ എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് നമ്മൾ ഈ സ്കൂട്ടറും കൊണ്ട് പോവുക. അവിടുന്ന് നമ്മളൊരു സുഹൃത്തുണ്ട് സായൂജ് എന്ന് പറഞ്ഞ്, ആളുടെ വീട്ടിൽ വണ്ടി കുത്തിയിടും. അതിനുശേഷം ആളുടെ വണ്ടിക്കാണ് പിന്നീട് ബാക്കിയുള്ള ദൂരം പോവുക. ഇന്നലെ രാത്രി തന്നെ വണ്ടി ചാർജ് ചെയ്യാനിട്ട് 100% ചാർജിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്തായാലും രാവിലെ തന്നെ കണ്ടത് ഒരു ആക്സിഡൻ്റ് ആണ്. മുളന്തുരുത്തി എത്തിയപ്പോഴത്തേക്കും ഈ കാണുന്ന കണ്ടെയ്നർ അവിടെ ഏതോ വണ്ടിയിലൊക്കെ ഇടിച്ച് മറിഞ്ഞു കിടക്കുന്നു. രാത്രി 1 മണിക്കോ മറ്റോ ആക്സിഡൻ്റ് ആയതാണ്. വണ്ടിയെടുത്ത് മാറ്റിയിട്ടില്ല. കരിങ്ങാച്ചിറ എത്തി അവിടുന്ന് സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി കളമശ്ശേരി പിടിച്ച് ആലുവ പോയി അങ്ങനെയാണ് നമ്മൾ മേലൂർക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് നമ്മൾ മുളന്തുരുത്തിയിലെ റെയിൽവേ മേൽപ്പാലമാണ്. രാവിലെ ഈ സമയത്ത് തന്നെ ഇറങ്ങിയതുകൊണ്ട് അധികം വണ്ടിയൊന്നും റോട്ടിലില്ല. നമുക്കെന്തായാലും നമ്മുടെ വണ്ടി ക്രൂയിസ് കൺട്രോളിലിട്ട് അങ്ങ് പോയാൽ മതി. ക്രൂയിസ് കൺട്രോൾ എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ്. നമ്മുടെ വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ കറക്റ്റ് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി തന്നെ ഓടിച്ചങ്ങ് പൊക്കോളൂ കേട്ടോ. നമുക്കങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുക എന്നുള്ളൊരു പണി ഒഴിവായി കിട്ടും. ഈ റെയിൽവേ മേൽപ്പാലം വന്നിട്ട് അധികം നാളായില്ല കേട്ടോ. നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പം താഴെ കൂടെ പോയ ആ ട്രെയിനില്ലേ, അത് പോകുന്ന വരെ നമ്മൾ ആ റെയിൽവേ ക്രോസിൽ ഗേറ്റഡേ കിടക്കേണ്ടി വന്നേനെ. ആമ്പല്ലൂരിൽ നിന്ന് ഗേറ്റഡ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒരു ഗേറ്റഡ ഉറപ്പായിരുന്നു. ഇപ്പം ആമ്പല്ലൂരത്തെ ഗേറ്റഡ മാത്രം പേടിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഇൻഫോ പാർക്ക് റോഡൊക്കെ ക്രോസ് ചെയ്ത് മെട്രോ പണിയുന്ന സ്ഥലത്തെത്തി കേട്ടോ. അതിരാവിലെയും ഇവിടെ മെട്രോൻ്റെ പണി നടക്കുന്നുണ്ട്. 24 മണിക്കൂറും മെട്രോൻ്റെ പണി നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. രാവിലെ എന്തായാലും ഇവിടെ കുറേ ക്രെയിനൊക്കെ കൊണ്ട് വെച്ചേക്കുന്നതും തൊഴിലാളികൾ മുകളിലോട്ട് കയറുന്നതും കമ്പിയും മറ്റും മുകളിലോട്ട് കയറ്റുന്നതും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. വെളുപ്പിനെ വണ്ടി ഓടിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഇനി കുറച്ചു നേരം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ചാർജിനെ പറ്റി സംസാരിക്കാം. 29.6 കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിയിട്ടുണ്ട്. ഇത് ഈ ക്രൂയിസ് കൺട്രോളിൽ നമ്മൾ പോകുന്നതുകൊണ്ട് തന്നെ കിലോമീറ്റർ റേഞ്ച് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ഇനി 78% ചാർജ് ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ദൂരം ഓടാൻ വേണ്ടിയിട്ടപ്പോൾ നമുക്ക് ചിലവായത് 22% ചാർജ് മാത്രമാണ് കേട്ടോ. 22% ചാർജ് വെച്ച് 30 കിലോമീറ്റർ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം ഒരു 6:30 ആയപ്പോഴത്തേക്കും ആലുവ നമ്മൾ ക്രോസ് ചെയ്തിട്ടോ. എന്തായാലും നമ്മുടെ പതിവ് തെറ്റിച്ചില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ കിട്ടിയതുപോലെ തന്നെ ഇത്തവണ നല്ലൊരു മഴ കിട്ടി കേട്ടോ. ഞാൻ കോട്ട് എടുത്തിട്ടുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് കോട്ടൊന്നും ഇട്ടിട്ടല്ല പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിർത്തി നമ്മൾ കോട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് വേണം ഇനി ബാക്കി ദൂരം പോകാൻ. അങ്ങനെ നമ്മൾ സായൂജിൻ്റെ വീട്ടിലെത്തിയിട്ടോ. 64.1 കിലോമീറ്ററാണ് സായൂജിൻ്റെ വീട് വരെ ഉള്ളത്. ഇനിയും വണ്ടിയിൽ 50% ചാർജ് ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി ചാർജ് ചെയ്യാൻ കുത്തിയിടും. എന്നിട്ട് ഇത് 100% ആക്കി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളതാണ്. സായൂജിൻ്റെ വീട് മേലൂരാണ്. അപ്പം ഇനി മേലൂരിൽ നിന്ന് നമുക്ക് വെള്ളിക്കുളങ്ങര വരെ പോകണം. വെള്ളിക്കുളങ്ങരയിലാണ് നമ്മൾ റീൽ എടുക്കാനുള്ള ലൊക്കേഷൻ. അങ്ങോട്ട് നമ്മൾ പോകുന്നത് സായൂജിൻ്റെ ബൈക്കിനാണ്. അപ്പം നമ്മുടെ വണ്ടി അവിടെ കുത്തിയിട്ടിട്ട് നമ്മളിനി സായൂജിൻ്റെ ബൈക്കിന് വെള്ളിക്കുളങ്ങരയ്ക്ക് പോവുകയാണ്. വണ്ടിയിലുള്ള ബാക്കി 50% ചാർജ് വെച്ച് തിരികെ വീട്ടിലെത്താൻ പറ്റും എന്നൊരു പ്രതീക്ഷ വെക്കണ്ട കേട്ടോ. ലാസ്റ്റുള്ള ഒരു 13-14% ചാർജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ലാസ്റ്റത്തെ 13% ആകുമ്പോഴത്തേക്കും വണ്ടി നിന്ന നിപ്പിൽ 0 എന്ന് പറഞ്ഞ് പെർസെൻറ്റേജ് കാണിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ തിരിച്ച് കുത്തിയിട്ടെങ്കിൽ മാത്രമാണ് വീട്ടിലേക്ക് പോകാൻ ഉള്ള ചാർജ് വണ്ടിയിലാവുക. ഇപ്പോൾ കണ്ട പള്ളിയിലേക്ക് പണി തീർന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട വഴിയാണിത്. വെള്ളിക്കുളങ്ങരയ്ക്ക് പോകുന്ന വഴിയാണിത്. അത്യാവശ്യം അടിപൊളിയല്ലേ? അപ്പോൾ ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത്ത് 4 മിനിറ്റ് 40 സെക്കൻഡായി. അപ്പോൾ ഇതിലും കൂടുതൽ ആൾക്കാരെ വെറുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ. ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളായിരിക്കും ലഭിക്കുക. അതൊരു മുൻകൂർ ജാമ്യം പോലെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോ എടുക്കാനുള്ള സ്കില്ലാണ് എനിക്കുള്ളൂ. അതുകൊണ്ടാണ്